നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ യാത്രയിലേക്ക് പുറപ്പെടുകയാണ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഹൃദയത്തിലേക്ക്, ഗാലക്സികളുടെ രഹസ്യലോകത്തിലേക്ക്. നിങ്ങൾ ഒരു നക്ഷത്രനിബിഡമായ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ആ തിളങ്ങുന്ന ബിന്ദുക്കളിൽ ഓരോന്നും ഒരു സൂര്യനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ ഇപ്പോൾ ഇതിലും അത്ഭുതകരമായ ഒരു കാര്യം കേൾക്കൂ. ഈ നക്ഷത്രങ്ങളെല്ലാം ചേർന്ന് രൂപപ്പെടുത്തുന്ന ഗാലക്സികൾക്ക് സ്വന്തമായി ഒരു ജീവൻ ഉണ്ട്. മന്ത്ലി നോട്ടീസസ് ഓഫ് ദ റോയൽ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റി എന്ന പ്രശസ്ത ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം ഗാലക്സികൾക്ക് മനുഷ്യരെ പോലെ ഹൃദയവും ശ്വാസകോശവും ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത്ഭുതത്താൽ നിറയുന്നില്ലേ? നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയെക്കുറിച്ച് ആലോചിക്കൂ. ഇതിൽ ഏകദേശം 100 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. ഇത്രയും നക്ഷത്രങ്ങളെ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഏകദേശം 3000 വർഷം വേണ്ടിവരും. എന്നാൽ ഇത് വെറുമൊരു ഗാലക്സി മാത്രമാണ്. നമ്മുടെ ദൃശ്യമായ പ്രപഞ്ചത്തിൽ ഏകദേശം 100 ബില്യൺ ഗാലക്സികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സംഖ്യകൾ നമ്മുടെ ഭാവനക്കപ്പുറമാണ്, അല്ലേ? എന്നാൽ ഈ വിശാലമായ നക്ഷത്ര സമൂഹങ്ങൾ എങ്ങനെയാണ് സ്വയം നിലനിർത്തുന്നത്? ഇവിടെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കെന്റിലെ ആസ്ട്രോഫിസിസിസ്റ്റിന്റെ കണ്ടുപിടുത്തം വരുന്നത്. അവർ പറയുന്നത് ഗാലക്സികൾക്ക് ഒരുതരം ആന്തരിക നിയന്ത്രണ സംവിധാനം ഉണ്ടെന്നാണ്, ശരിക്കും ഒരു ജീവിയുടേതുപോലെ. ഗാലക്സിയുടെ കേന്ദ്രത്തിലെ ബ്ലാക്ക് ഹോൾ ഒരു ഹൃദയം പോലെ പ്രവർത്തിക്കുന്നു. ഈ ബ്ലാക്ക് ഹോൾകൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ചിലത് നമ്മുടെ സൂര്യനേക്കാൾ ബില്യൺ കണക്കിന് മടങ്ങ് വലുതാണ്. ഇവ ശക്തമായി പൾസ് ചെയ്യുന്നു, ശരിക്കും ഒരു ഹൃദയം മിടിക്കുന്നതുപോലെ. ഇനി ശ്വാസകോശത്തെക്കുറിച്ച് പറയാം. ബൈപോളർ സൂപ്പർസോണിക് ജെറ്റ്സ് എന്ന വാതക പ്രവാഹങ്ങൾ ഗാലക്സിയുടെ ശ്വാസകോശം പോലെ പ്രവർത്തിക്കുന്നു. ഇവ സെക്കൻഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന അതിശക്തമായ വാതക പ്രവാഹങ്ങളാണ്. ഇത് ശരിക്കും ഒരു കോസ്മിക് ശ്വാസോച്ഛ്വാസം പോലെയല്ലേ? കാൾ റിച്ചർഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ ഒരു സങ്കീർണമായ കമ്പ്യൂട്ടർ സിമുലേഷൻ സൃഷ്ടിച്ചു. ഇതിൽ ബ്ലാക്ക് ഹോൾസ് പൾസ് ചെയ്യുകയും ജെറ്റ്സ് ഉയർന്ന സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. നമ്മൾ ശ്വസിക്കുമ്പോൾ നെഞ്ച് വികസിക്കുന്നതുപോലെ ഈ ജെറ്റ്സ് വികസിക്കുകയും ഗാലക്സിയുടെ വളർച്ചയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഗാലക്സികൾ അതിവേഗം വളർന്ന് നേരത്തെ മരിച്ചേനെ. നാസയുടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഈ ശ്വസന പ്രക്രിയ നേരിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. M87 എന്ന ഗാലക്സിയിൽ നിന്നുള്ള ഊർജ്ജസ്വലമായ ജെറ്റ്സിന്റെ ചിത്രങ്ങൾ ഈ സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്നു. ഈ ജെറ്റ്സ് 5000 പ്രകാശവർഷം നീളമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 20 ട്രില്യൺ മടങ്ങ്. ഈ കണ്ടുപിടുത്തം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ഭൂമിയും സൗരയൂഥവും ഒരു ജീവനുള്ള, ശ്വസിക്കുന്ന ഗാലക്സിയുടെ ഭാഗമായിരിക്കാം. നമ്മൾ ഓരോരുത്തരും ഈ വിശാലമായ കോസ്മിക് ജീവന്റെ ഒരു ചെറിയ ഭാഗമാണെന്ന് ചിന്തിക്കുമ്പോൾ എത്ര അത്ഭുതകരമാണ്. സുഹൃത്തുക്കളെ, ഇത്തരം അത്ഭുതകരമായ ആകാശരഹസ്യങ്ങൾ കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏത് ആകാശരഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് കമന്റുകളിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടെത്താം.